ഗർഭാശയം വിട്ടത് മുതൽ സഫറാണേ, അടുത്തുള്ള കേമ്പും സോദര ഖബറാണേ. ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം കുഴിയോടതാ അടുക്കുന്നേ. പഴുപ്പിച്ച് തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നേ, ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നേ. ശുഹദാക്കളോടൊരുമിക്കുവാൻ വഴിയെന്താ, മൗത്തിന ദിനം പ്രതി 20 ഓർത്തോ അന്താ. ചോദിച്ചതാണിത് ആയിഷ നബിയോട്, അതിനുത്തരം ഇത് തന്നെ നബി അവരോട്. ചൂടുള്ള നാളുണ്ടേ ഖിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂടാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. ബലമുള്ളവൻ സുബ്ഹാന റബ്ബി പാള, നരക്കുന്നു കുട്ടികൾ തന്നതെന്തൊരു നാളാ. സുഹൃത്തുക്കളെ പതക്കുന്നതാണേ മൂള, അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള. തണലുണ്ട് 7 സമൂഹമിൽ നാളന്നേ, അള്ളാന്റെ തണലല്ലാതെ തണലില്ലന്നേ. ഭരണം നടത്തിയ കൂട്ടരാണതിലൊന്നേ, അത് നീതിയെങ്കിൽ കിട്ടുമേ തണലന്നേ. ഭരണത്തിലെല്ലാം നീതി ചെയ്താൽ എന്നേ, ദീർഘായുസ്സതിനുണ്ടെന്ന് നബി പറയുന്നേ. ചെയ്യുന്ന പക്ഷമന അനീതി എന്നാൽ പിന്നെ, ഖബറൊന്ന് വേഗം വെട്ടണം അതു തന്നെ. ഭയഭക്തിയോടെ വളർന്നു ജീവിതകാലം, എന്നാൽ അവർക്കും കിട്ടുമേ അത് മൂലം. പതിവാക്കി വന്നാൽ പള്ളിയിൽ നിസ്കാരം, തണലുണ്ടവർക്കും തുച്ഛമാ വിസ്താരം. അള്ളാന്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച. സൗന്ദര്യമുള്ളൊരു സ്ത്രീ ക്ഷണിച്ചൊരു നേരം, അള്ളാനെ ഓർത്ത് വെറുത്തവൻ സൽക്കാരം. ഇവനും തണൽ നൽകുന്നതാണിന്നാള്, അവിടം കഴിഞ്ഞാൽ എന്നുമേ പെരുന്നാള്. ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ, രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ. ലോകപ്രശംസയ്ക്കുള്ള ധർമ്മം നഷ്ടമാ, തേങ്ങാക്ക് പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ. കരയുന്നവർക്കും മഹ്ശറിൽ തണലുള്ളതാ, ജബ്ബാറ ഭയന്നിട്ടാകണം എന്നുള്ളതാ. ഇവർ 7 പേർക്കും കിട്ടുമേ തണലന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നേ. ഇതിനുള്ള ഭാഗ്യം ഞങ്ങളിൽ താക്കോനേ, ഏറ്റവും കാരുണ്യവാൻ ദയ്യാനേ.